all, welcome to Basic Kitchen. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇതിനായി ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ മുളക് പൊടി ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല. മുളക് പൊടിക്ക് പകരം ഇതിൽ ഗ്രീൻ ചില്ലീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിച്ച ജീരകം ചേർത്ത് കൊടുക്കാം. സാദാ ജീരകമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയാണ്. അത് ഞാനിവിടെ നല്ലവണ്ണം ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിനായി ഞാനിവിടെ 4 ഓണിയൻസ് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി 4 പച്ചമുളക് നെടുകെ കീറിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണം എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. മിക്സ് ചെയ്യുമ്പോൾ മസാലപ്പൊടിയെല്ലാം ചിക്കനിലേക്ക് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. ഈ കറി തയ്യാറാക്കുന്നതിനായി ഏകദേശം അരമണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ മാത്രമേ വേണ്ടി വരികയുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. കോക്കനട്ട് ഓയിൽ ഒഴിച്ച ശേഷം ഒന്നുകൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ചിക്കനും മറ്റ് ഇൻഗ്രീഡിയൻസും നല്ലവണ്ണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിനായി 2 പൊട്ടാറ്റോ ഞാനിവിടെ ക്യൂബായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ ചേർക്കുന്നത് കൊണ്ട് കറി നല്ലവണ്ണം കുറുകി കിട്ടുന്നതായിരിക്കും. മാത്രമല്ല കറിക്കിത് ഒരു റിച്ച് ഫ്ലേവർ കൊടുക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിനെ കുക്ക് ചെയ്യുന്നതിനായി സ്റ്റൗ ഓൺ ചെയ്യാം. കുക്കർ ലിഡ് കൊണ്ട് മൂടി പ്രഷറിൽ വയ്ക്കാം. ഏകദേശം 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് പ്രഷർ റിലീസായ ശേഷം തുറന്ന് നോക്കാം. കറിയെല്ലാം നല്ലവണ്ണം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കേണ്ടതാണ്. അതിനായി ആദ്യം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. അതിനുശേഷം പിന്നെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കേണ്ടതാണ്. അപ്പോഴേക്കും കടുക് താളിക്കുന്നതിനായി ഒരു പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് ചൂടായി പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിനായി ഞാനിവിടെ 1 കപ്പ് മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
കറിയെല്ലാം നല്ലവണ്ണം കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത ശേഷം കുക്കർ ഒന്ന് മൂടി വെക്കേണ്ടതാണ്. ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ചപ്പാത്തിക്കൊപ്പവും പൊറോട്ടയ്ക്കൊപ്പവും പത്തിരിക്കൊപ്പവും ഒക്കെ വിളമ്പാവുന്നതാണ്. Hope you all enjoyed the video. Thank you for watching Basic Kitchen. For more videos, please subscribe to the channel.